മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഒരു ജനത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും മനുഷ്യൻ്റെ ഉത്തരം കിട്ടാത്ത എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായ ഉടയവനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുകയും അവൻ്റെ മൂർധാവിൽ ചുംബിക്കാനും നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകാനും നമ്മൾ ഒരുങ്ങുകയാണല്ലോ. ഈ അവസരത്തിൽ ഒന്നാമത്തെ വായനയിൽ വായിച്ചു കേൾക്കുന്ന ഒരു കാര്യം നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ മലയായ സീനായി മല, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മല. ഈ മലയെ ആരും സമീപിക്കരുത് മോശയല്ലാതെ. അഥവാ സമീപിക്കുന്നത് മനുഷ്യനായാലും മൃഗമായാലും അത് കൊല്ലപ്പെടണം. കാരണം പരമപരിശുദ്ധനാണ് ദൈവം. ഈ പരമപരിശുദ്ധനായ ദൈവം പാപഭംഗിലമായ മാനവചരിത്രത്തിലേക്ക് നൂണ്ടിറങ്ങി കറയറ്റ മനുഷ്യകരങ്ങളുടെ സ്പർശനം ഏൽക്കണമെങ്കിൽ അതിന് സുവിശേഷം പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. യോഹന്നാൻ 3:16, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇന്നത്തെ എല്ലാ വായനയിലും നമ്മൾ കാണുന്ന ദൈവ സാന്നിധ്യം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. അതായത് മലകളിലും കൂടാരങ്ങളിലും ദേവാലയത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യം. പുതിയ നിയമത്തിലാകട്ടെ സുവിശേഷത്തിലാകട്ടെ നമ്മൾ കാണുന്നത് ദൈവ സാന്നിധ്യം മനുഷ്യനായിട്ട് അവതരിക്കുന്നത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ പുറമ്പോക്കിലായിരിക്കുന്ന ഒരു ഗ്രാമം, അവിടുത്തെ രണ്ട് ആൾക്കാർ, ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒത്തിരി സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ. അയാൾ ഒരു തച്ചനായിരുന്നു. അയാളുടെ നിശ്ചിത വധുവാകട്ടെ അയാളുടേതല്ലാത്ത ഒരു ഗർഭം പേറുന്ന ഒരു സ്ത്രീയും. ലൂക്കാ സുവിശേഷകൻ മറിയത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ മത്തായി ഇവിടെ യോസേപ്പ് പിതാവിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അയാളെക്കുറിച്ച് സുവിശേഷം പറയുന്നത് നീതിമാനായിരുന്നു എന്നാണ്. ദിക്കായിയോസ് പഴയ നിയമ പശ്ചാത്തലത്തിൽ തോറ നെറ്റിത്തടത്തിൽ കെട്ടിക്കൊണ്ട് നടന്ന് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നാണ് നിയമം. അപ്പോൾ നിയമം പാലിക്കുന്നവനെയും ദൈവഭയമുള്ളവനെയും തോറ അണുവിടാതെ പാലിക്കുന്നവനെയുമാണ് നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ദിക്കായിയോസ് എന്ന വാക്കിന് ദൈവനീതി എന്നും കരുണയെന്നും അർത്ഥമുണ്ട്. ജോസഫിന് ചേർന്ന് പോകുന്നത് ഈ കരുണ എന്ന അർത്ഥമാണെന്ന് തോന്നുന്നു. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കണ്ട ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല. പ്രക്ഷുബ്ധമായ കടലകപ്പെട്ട ചെറുപഞ്ചു പോലെ തലങ്ങും വിലങ്ങും എടുത്തെറിയപ്പെടുന്ന മാനസിക സംഘർഷം, വിവാഹം തുടങ്ങുന്നതിന് മുൻപേയുള്ള സംശയ സാഹചര്യം, അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പ്രഷ്യസായുള്ള എന്തിനെ നമ്മൾ സ്വീകരിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ അയാൾ ഇത്തരം സഹനങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും കടന്നു പോകേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്തരം സഹനങ്ങളും സംഘർഷങ്ങളുമാണ് ആ പ്രഷ്യസായ ആ വസ്തുവിനെ നമ്മൾ സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും നമ്മളെ പാകപ്പെടുത്തുന്നതും. ഇനി ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരത്തിലെ ദാമു റൈറ്ററെയാണ്. ദാമു റൈറ്ററുടെ ഏറ്റവും വലിയ സ്വപ്നം മകൻ ദാസൻ പഠിച്ച് വലിയ ആളാകണമെന്നാണ്. എന്നാൽ ദാസനാകട്ടെ അവൻ്റെ മെട്രിക്കുലേഷൻ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ഒരു നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ പ്രവേശിക്കുകയാണ്. പിന്നെ നാട്ടിൽ ഉണ്ടാകുന്ന പല കുഴപ്പങ്ങളിലും ദാസൻ്റെ പേരിങ്ങനെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. അവനെ അന്വേഷിച്ച് പോലീസുകാരും ഇങ്ങനെ അലയുന്നൊക്കെയുണ്ട്. അങ്ങനെ ഒരിക്കൽ പിന്നീട് ഏറ്റവും അവസാനം ഈ ദാസനെ അന്വേഷിച്ച് പോലീസുകാർ ദാമു റൈറ്ററുടെ വീട്ടിലെത്തുകയാണ്. ഏതൊരു പിതാവിനെയും പോലെ ആ പിതാവിനും താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. പിന്നീട് എപ്പോഴോ രാത്രിയിൽ ദാസൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഏതൊരു സ്നേഹമുള്ള പിതാവിനെയും പോലെ ശകാരിച്ചു. ഇനിമേ നീ വീടിൻ്റെ പടി കയറിപ്പോകരുത്, നീ കാരണം പോലീസുകാർ വീട് കയറി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. അപമാന ഭാരത്താലോ ദുഃഖത്താലോ ദാസൻ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. സ്നേഹമുള്ള പിതാക്കന്മാരെ പോലെ തന്നെ ദാമു റൈറ്റർ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എവിടെയായിരിക്കും ഈ രാത്രിയിൽ എൻ്റെ മകൻ കിടന്നുറങ്ങുക? ഒരു ചൂട്ടും കത്തിച്ചുകൊണ്ട് ദാമു റൈറ്റർ ഇറങ്ങുകയാണ്. ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യനെ അന്വേഷിച്ച് ഇപ്പോഴും ദൈവം അലയുകയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത ഒരു പ്രകാശം കണ്ടു എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്ന ഈ പ്രകാശം, ദൈവത്തിൻ്റെ കയ്യിലെ ഈ ചൂട്ട്, അത് ക്രിസ്തുവായ ലോകത്തിൻ്റെ പ്രകാശമാണ്. മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തെയാണ് ക്രിസ്മസ് ഓർമ്മിക്കുന്നതെങ്കിൽ നമ്മളെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തെ കയ്യിലെടുക്കാനും അവനെ ചുംബിക്കാനും നമ്മുടെ ഹൃദയങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകണ്ടേ? അതിനൊരു എളിയ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. യോസേപ്പ് പിതാവിനെ പോലെ അപരൻ്റെ ആത്മാഭിമാനത്തിന് കാവലാളാകണം. യോസേപ്പ് പിതാവ് ഒരു നോട്ടം കൊണ്ടുപോലും മറിയത്തിൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ചിന്നിയ പൊട്ടിയ പാത്രങ്ങളാണ്.
അവരെ കരുണയോടെ പൊതിഞ്ഞു പിടിച്ചില്ലെങ്കിൽ ചിതറിപ്പോകുന്ന ജീവിതങ്ങളും കൂടിയാണ്. ഒത്തിരിയേറെ ഗോസിപ്പിങ്ങിൻ്റെയും ഫേസ് ന്യൂസിൻ്റെയും ഒരു കൾച്ചർ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെയൊക്കെ യേശുപിതാവിനെ പോലെ അപരൻ്റെ ആത്മാഭിമാനത്തിന് കാവലാൾക്കാരായി നമുക്ക് മാറാം. രണ്ടാമതായി, വ്യത്യസ്തവും വേദനാജനകവുമായ അവസ്ഥകളിലൂടെ നമ്മളും കടന്നു പോകും. ഇനി എന്ത് എന്നറിയാതെ ഇരുട്ടിലിങ്ങനെ തപ്പിത്തടഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള അവസ്ഥകളിലൂടെ നമ്മളും കടന്നു പോകും. ദൈവപദ്ധതി എന്തെന്ന് ഒട്ടും മനസ്സിലാകാത്തപ്പോഴും യൗസേപ്പിതാവിനെ പോലെ ഒരു മഹാമൗനത്തിൻ്റെ അകമ്പടിയോടുകൂടി ഭയപ്പെടേണ്ട എന്ന ഉറപ്പിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒരുങ്ങുകയാണെങ്കിൽ ആ ഉണ്ണി ഈശോ നമ്മുടെ കൈകളിലും പിറക്കും, നമ്മുടെ ഭവനങ്ങളിലും പിറക്കും. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. നന്ദി.